ഇത് അന്നത്തെക്കാളും ഇച്ചിരി സീനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ലിഫ്റ്റ് വേണമായിരുന്നോ ചോദിക്കണ്ടേ ഇതൊക്കെ? മൊത്തം എനിക്കൊന്നുകൂടെ കയറണം. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കല്ലെന്ന് പറയുന്നൊരു സ്ഥലത്താണ്. നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതായത് കുറേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം ലൊക്കേഷൻ തന്നെയാണിത്. ഈ ഒരു ലൊക്കേഷന് എന്തൊക്കെ പറഞ്ഞാലും എപ്പം വന്നാലും ചുമ്മാ കിടിലം വ്യൂസാണ്, കിടിലം കാര്യങ്ങളാണ്. അതെ, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നതാണ്. എന്ത് രസമാണെന്ന് നോക്കി ഫുള്ള്. ഇതേ നമ്മുടെ നാലുമലയൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു ഏരിയ ഫുള്ള് മഞ്ഞ് നിറഞ്ഞു നിൽക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യനും വരുന്നുണ്ട്. കിടിലൻ ആംബിയൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു കിടിലിനൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. അതായത് കിടിലിനൊരു ഓഫ് റോഡാണ്. അതെവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജകുമാരിയാണ്. രാജകുമാരിയിൽ മുള്ളന്തണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, മുള്ളന്തണ്ട് കുരിശുമല. ആ ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഈ ഒരു ഫ്രെയിം നോക്കിക്കേ, എന്ത് രസമല്ലേ എൻ്റെ മോന്. അതായത് ഒരു ഭാഗത്ത് മഞ്ഞ്, ഒരു ഭാഗത്ത് സൂര്യൻ. ആ ഒരു ഭാഗം തമിഴ്നാടാട്ടോ. അതെ, ആ ഒരു ഭാഗം, ആ സൂര്യൻ്റെ തൊട്ട് താഴെ സീൻ കാഴ്ചയാണ് രാവിലെ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ട് തെറിക്കാം. നമുക്കൊരു വീലി അങ്ങ് അടിച്ചാലോ? ഇപ്പോഴാണെങ്കിൽ ഇതേ ആരുമില്ലാത്ത റോഡാണ്. വണ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മിറർ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമല്ല, അതായത് ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പം വരെ പോയായിരുന്നു. അതായത് തമിഴ്നാട്. ആ ഒരു ടൈമിൽ എടുത്ത് വെച്ചാണ്. ഊരാൻ തോന്നിയില്ല, ശരിക്കും പറഞ്ഞാൽ ഊരാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും വിളിച്ചില്ല കേട്ടോ. വിളിക്കാത്തതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്, അല്ലെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അൺപ്ലാൻഡ് റൈഡാണ്, അല്ലെ ഒരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വെറുതെ വീട്ടിൽ ഇരിക്കുമായിരുന്നു വൈകുന്നേരം ടൈമിൽ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 10 മണിയൊക്കെ ആയി കേട്ടോ. വൈകുന്നേരം അല്ല, രാത്രിയാണ്. അപ്പോൾ ഈ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും പെട്ടെന്ന് മനസ്സിലൊരാഗ്രഹം, എവിടെയെങ്കിലും പോകണമെന്ന് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ മുള്ളന്തണ്ടെന്ന് പറയുന്ന ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഒന്നും നോക്കിയില്ല, രാവിലെ 5:30 ആയപ്പോൾ എണീറ്റു. ഫുള്ള് സെറ്റായി. ലോനെ 5:30 ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ മുള്ളന്തണ്ടിന് വെച്ച് പിടിക്കുവാണ്. വീട്ടിൽ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ എങ്ങാണ്ടാണ് മുള്ളന്തണ്ടിനുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് ആരെയും വിളിക്കാഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. ഉടുമ്പൻചോല എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഉടുമ്പൻചോല ഇനി ഈ റൂട്ട് എന്ന് പറയുന്നത് നേരെ ചെമ്മണ്ണാറാണ്. എൻ്റെ മോനത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡ് നോക്കിക്കേ. ഈ ഒരു റോഡ് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പോയപ്പോഴേക്കും ഫുള്ള് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. പണിത് ഇതിൻ്റെ അകത്തോടെയൊക്കെ പോയ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ ഒരു വ്യൂ നോക്കി ചുമ്മാ കിടിലിനല്ലേ. നമുക്കപ്പോൾ പോകേണ്ട ഈ ഒരു റൂട്ടാണ്. ഈ ഒരു റൂട്ട് ഇതൊരു ഷോർട്ട് കട്ടായിട്ട് കൂട്ടാം. കാരണം ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് ചെമ്മണ്ണാർ ചെന്നിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കട്ട് ചെയ്ത് നേരെ അങ്ങ് ചാടാം. അങ്ങനെ നമ്മളിത് ആ ചെറിയ റോഡൊക്കെ ഇട്ട് ഒരു മെയിൻ റോഡിൽ കയറിയായിരുന്നു. മെയിൻ റോഡിൽ ഇപ്പം കയറിയതേ ഉള്ളൂ. ഇപ്പം കയറിയിട്ട് നമുക്കിനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈറ്റാണ് പോകേണ്ടത്. വഴി ഇച്ചിരി മോശമാണ്. മുള്ളന്തണ്ടിന് കയറാനായിട്ടുള്ള ആ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. ഈ ഒരു കോൺക്രീറ്റ് റോഡാണ് അങ്ങോട്ട്. ഈ ഒരു ഭാഗമൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, സ്റ്റിൽ പഴയ പോലെ തന്നെയാണ് കിടക്കുന്നത്. മഴ പെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊരു ഡൗട്ടില്ലാതില്ല. ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ മണ്ണൊക്കെ നല്ല രീതിക്ക് പൊടി ഇതായിട്ടാണ് കിടക്കുന്നത്. സീൻ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണി ആവാറായിട്ടുണ്ട്. 6:54 ആയിട്ടുണ്ട്. വിഷയം മഴ പെയ്തായിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് കയറി പോകേണ്ടത്. സീൻ. ഇത് അന്നത്തെക്കാളും ഇച്ചിരി സീനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. സാറെങ്ങോട്ടാ? മണ്ട ലിഫ്റ്റ് വേണമായിരുന്നോ ചോദിക്കണ്ടേ ഇതൊക്കെ? എൻ്റെയൊക്കെ ഒരു കാര്യം. പാവം താഴത്തിന് അവിടെ നിന്നിപ്പോൾ മണ്ട വരെ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായെന്ന് തോന്നുന്നു. അയ്യോ പൊക്കോ. യാ മോനെ, എന്താണ് കുറേ കല്ലൊക്കെ അങ്ങോട്ട് കിടക്കുന്നത്? അങ്ങോട്ട് വഴി വല്ലതും വെട്ടിയതാണോ? പണ്ടത്തെക്കാലം ടാസ്ക് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കയറാം. മൊത്തം പാറയായിട്ട്. ഇതെന്താണിത്?
ഇപ്പോൾ ഫുള്ള് ജീപ്പിൻ്റെ കളികളാന്ന് തോന്നുന്നു. യാ പോയി. എന്റെ മോനെ ഇത് നോക്കിയാ ഫുള്ള് മഞ്ഞ്. ഒരു തവണ വന്നപ്പോഴൊക്കെ നല്ല മഞ്ഞായിരുന്നു, ഒരു തവണ മഞ്ഞുണ്ടായിരുന്നു, പക്ഷെ വെയിലും ഉണ്ടായിരുന്നു. അടി വഴി നോക്കി, വഴിയും ചുമ്മാ വിഷയം, മൊത്തത്തിൽ വിഷയമാണ്. അയ്യോ, ഇത് ശരിക്കും പണ്ടത്തെക്കാളും ടാസ്ക് ആയിട്ടുണ്ട് വഴി. എൻ്റെ മോനെ നിരക്കി നിർത്തിയതാണ്, അല്ലാതെ നിരങ്ങി പോയതൊന്നും അല്ല കേട്ടോ. ഇന്നൊരു പ്രത്യേക വൈബ് കേട്ടോ, ഫുള്ള് മഞ്ഞ്. അയ്യോ ഒന്നും കാണത്തില്ല, ഒന്നും ഒരു വക കാണത്തില്ല കേട്ടോ. നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിലാണ്, അവിടെ എനിക്കും ഒന്നും കാണത്തില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ്. എന്ത് രസമാണെന്ന് നോക്കി, ഒന്നും കാണുന്നില്ല, പക്ഷെ ചുമ്മാ സീൻ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ലെറ്റ്സ് ഗോ ബോയ്. ഓഹോ, ഇതിലേ കയറി വരാൻ ചുമ്മാ വിഷയമായിരിക്കും. ടയറ് ശരിക്കും പറഞ്ഞാൽ പുറകെ പിടിക്കുന്നില്ല കേട്ടോ. ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്ത് സംഭവിച്ചാലും വേറെ ആരും അറിയാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അയ്യോ ഒന്നും കാണത്തില്ല, വഴി പോലും കാണത്തില്ല. അവൻ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു കയറ്റമാണ് നമുക്ക് കയറാനുള്ളത്. ഫുള്ള് നോക്കിക്കേ, വേറെ ആരുമില്ല, നമ്മൾ മാത്രം. ഈ ഒരു ഫ്രെയിം നോക്കിക്കേ, എന്താല്ലേ കാണാൻ. അടി വഴി ചുമ്മാ സീനാ. നമ്മുടെ ചെറുക്കനെയായിട്ട് നമ്മൾ ടോപ്പിൽ കയറും. അപ്പം എങ്ങനെ പൊളിക്കുമല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. സെക്കൻഡ് ഇട്ടു, സെക്കൻഡിലാണ് കയറി പോകുന്നത്. ടയർ ശരിക്കും പറഞ്ഞാൽ പിടിക്കുന്നില്ല, അതാണ് സത്യം. അയ്യേ അയ്യേ, എനിക്കൊന്നുകൂടെ കയറണം, എനിക്കൊന്നുകൂടെ കയറണം. എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ഇതൊന്നുമല്ല, ഇത് ഒരു സീനും ഇല്ല, ഒരു സീനും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുകൊല്ലടിയാ. എനിക്കൊന്നുകൂടെ കയറണം. ജസ്റ്റ് എ മിനിറ്റ്, താഴെ വരെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ നമ്മൾ ഇറങ്ങി താഴെ വന്ന് വീണ്ടും കയറുവാണ്. സെക്കൻഡിലാട്ടാ ഫുള്ള് കയറുന്നേ, ഒരു സീനും ഇല്ല. രണ്ട് കിളികളൊക്കെ പറന്നു പോകുന്നു. എൻ്റെ മോനെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഇതുപോലെ വന്നപ്പോൾ ഞാൻ 2-3 തവണ അതിൽ കയറുകയും ചെയ്തു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണത്. ഇവിടെയൊക്കെ ഒത്തിരി മാറിപ്പോയി മോനെ, ഇവിടെ ഇരിക്കണം. എൻ്റെ ചക്കരെ ശരിക്കും പറഞ്ഞാൽ ഇവനെയും കൊണ്ട് പോയിട്ട് ഇതുവരെ എന്താ പറയുന്ന ഒരു നെഗറ്റീവ് അനുഭവം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പോകേണ്ടടുത്തെല്ലാം ഇവ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെറുക്കൻ ചുമ്മാ കില്ലാടിയാ. ഇത് നോക്കിക്കേ, വന്ന വെള്ളമില്ലാതെ ഇരിക്കുന്നത്. ഈ ഒരു വ്യൂ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ മോനെ ഫുള്ള് മഞ്ഞ്, കിട്ടില്ല കാലാവസ്ഥ കേട്ടോ. എൻ്റെ മോനെ ഇനിയിപ്പോൾ നമുക്കത് അങ്ങോട്ട് പോവാം, അവിടെ പോയിരിക്കാം. ആ ഒരു വണ്ടി ഇരിക്കുന്ന ആ ഒരു കാഴ്ച നോക്കി, എന്തായാലും നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. ഓ, മിററൊക്കെ വെച്ചവൻ കുറച്ചുകൂടെ സുന്ദരനായിട്ടുണ്ടല്ലേ. സീൻ. ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു കുഴിയാണ്. കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഈ പാറയുടെ ഒരു അറ്റത്താണ് വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് കുഴിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഴിയുണ്ട്. ഇപ്പോൾ സമയം ഒരു 7-9 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, 7-9 ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും കിടിലനാട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളിത് ഇവിടുന്ന് പോകുവാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുത്തെ മഞ്ഞ് മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മൊത്തം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാനും പറ്റത്തില്ല. ഈ ഒരു ഭാഗം അത്യാവശ്യം മഞ്ഞായിട്ട് നിപ്പുണ്ട്. എന്നാൽ പോലും അത്യാവശ്യം മഞ്ഞൊക്കെ ഇറങ്ങി ഈ ഒരു ഏരിയ ഫുള്ള് നല്ല രീതിക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഭാഗത്ത് കുറേ നേരം കിടന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സെറ്റായിരുന്നു അവിടെ കിടക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ കിടന്ന് മഞ്ഞിങ്ങനെ പോകുന്നതിൻ്റെ ജസ്റ്റ് ഒരു ടൈം ലാപ്സ് ഒരു വീഡിയോയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ കയറും ഇറങ്ങും ആ ഒരു വൈബായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇതിൽ വണ്ടി എടുത്ത് 3-4 റൗണ്ട് പഠിച്ചു. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വണ്ടി നമ്മൾ വെച്ചെടുത്തല്ല ഇരിക്കുന്നത്. 3-4 റൗണ്ടിലേ പോയി അടിച്ച് അതിലേക്ക് കറങ്ങി പഠിച്ച് വീണ്ടും തിരിച്ച് ഇവിടെ വന്നു. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. ഇവിടെ ഏതാണ്ട് 2 മണിക്കൂർ മേളിൽ ഇരുന്നു. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. വണ്ടി ഇവിടുന്ന് തിരിക്കാനാണ് പാട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങാം. എൻ്റെ മോനത് ഈ ഒരു വ്യൂ ഒക്കെ നോക്കിയേ. എന്തായാലേ അതിലൊരു കിട്ടിലൊരു വഴിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് ഏതിലെ എങ്ങോട്ട് ചെല്ലുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മോനെ വഴി നോക്കിയേ എന്തല്ലേ. ഇവിടെ നിന്ന് ശരിക്കും ഇങ്ങനൊന്നും അല്ലായിരുന്നു നേരത്തെ. ഇപ്പം ഈ ഒരു സൈഡിൽ കൂടെ അല്ലേ വഴി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ നടുക്കൂടെ കയറി വരണമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. ഇപ്പം ചുമ്മാ പീസ് മൈൻഡ് അടിക്കാം, ഒരു സീനും ഇല്ല. ആ ഒരു ഭാഗം മാത്രം കയറാൻ ഇച്ചിരി പാടായിരിക്കും. എന്തായാലും നോക്കാം. ടയറ് പുറകെ ഫുള്ള് ലോക്കായിട്ടാണ് ഇറങ്ങുന്നത്. എൻ്റെ മോനെ ഒരു പിക്കും കൂടെ എടുത്തിട്ട് പോവാല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ കയറാനായിട്ട് ഇങ്ങനെ മനസ്സിങ്ങനെ കൊതിക്കുന്നുണ്ട്. അതൊരു പരുന്ത് വിഷയം. നമ്മൾ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി വെച്ചുകൂടാ. കയറാം. ഇത്തവണ ഫുള്ള് ഇരുന്ന് കയറാം. തിരിച്ചിറങ്ങാം. ശരിക്കും പുറകെ ടയർ ഇപ്പം എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല. ഈ ഒരു ഫ്രെയിം നോക്കിക്കേ. എൻ്റെ മോനെ ഇതുണ്ടോ. ഞാൻ ഫ്രണ്ട് ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ടു പോവും. ഇതാണ് അപ്പോൾ നമുക്കിത് ഇതങ്ങ് കയറിയാലോ. ഓക്കെ. അയ്യോ ടയറ് പിടിക്കുന്നേ ഇല്ല കേട്ടോ. പീസ്. അയ്യോ അവിടെ എന്നാ വലിയ കുഴിയായിരുന്നു. അയ്യോ ബാക്ക് ടയർ ഫുള്ള് സ്കിഡായിട്ടാണ് ഇറങ്ങുന്നത്. ഒരു ചേട്ടൻ വരുന്നു. കുറച്ച് ഡീസൻ്റായിട്ട് പോയേക്കാം. സെറ്റ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളിത് ഇറങ്ങി താഴെ എത്താറായി. പുറകിലത്തെ ടയറിൻ്റെ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ 0 ഫ്രണ്ട് നമുക്ക് ഓവർ പിടിക്കാനും പറ്റത്തില്ല. കാരണം ഫ്രണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ടപ്പേന്ന് പറഞ്ഞ് താഴെ കിടക്കും. അയ്യോ ഫൈനലി നമ്മളിത് താഴെ എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മളിത് മെയിൻ റോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു കിടിലം വ്ളോഗാണെന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. കാരണം സീനായത് കേട്ടോ. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അത്ര നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയോന്ന് എനിക്കറിയത്തില്ല. പറ്റിയെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. വണ്ടി കുറച്ച് ദൂരം കൂടെ ഓടിച്ച് നടക്കണം ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു റോഡിൽ കൂടെ അങ്ങനെ അങ്ങ് പോകുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്തേക്കുവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ ടാറ്റാ.